എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാരുടെ നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. The Fool card, 10 of Swords, 9 of Pentacles, Knight of Swords, Ace of Cups, Knight of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുന്ന സമയമാണ്. അതിൽ തന്നെ ഫൂൾ കാർഡാണ്. അപ്പോൾ സ്വയമേ ഉള്ളൊരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന സമയമാണ്. പൊതുവേ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാവില്ല. മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസക്കുറവ് മാറ്റി നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മാസം പുതിയൊരു തുടക്കമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയൊരു ജേണി ലൈഫിൽ പുതിയൊരു തുടക്കം, എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ റെഡിയായിട്ട്, അതായത് ജീവിതത്തിൽ ഞാൻ റെഡിയാണ്, ഇനി മുന്നോട്ടേക്ക് ഇനി ഞാൻ മുന്നോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴായിട്ട് പല കാര്യങ്ങളിൽ എനിക്കിതിന് കഴിവില്ല, അല്ലെങ്കിൽ എനിക്കതിന് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ ഏതൊരു കാര്യത്തെയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് മാറി എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ളതിനേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. എല്ലാത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം കാണിക്കുന്ന സമയം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം പോലെ തന്നെ നിങ്ങൾ സ്വയമേ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സ്വയമേ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ പലതിലേക്കും ഇറങ്ങി പ്രവർത്തിക്കും. അങ്ങനെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും, അറിയും, പുതിയ എക്സ്പീരിയൻസസ് നേടുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇതിപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റ് പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10 of Swords എനർജി കണക്ഷൻസ് ആണ്. 10 of Swords എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ പലതും വിട്ട്, അതായത് പഴയത് പലതും വിട്ട് പുതുമയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ചില ആളുകൾ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതാവാം, വീട് മാറി, അല്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ട് പുതിയൊരു രാജ്യത്തേക്ക് പോകുന്നു, അവിടെ ചേക്കേറി പാർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യമാവും. അപ്പോൾ ഇത് ഏത് തരത്തിൽ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളിപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്നതാവാം. അതല്ല, അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പൊതുവേ നിങ്ങളിപ്പോൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കുള്ളൊരു മാറ്റമാവാം. അപ്പോൾ നിങ്ങൾ ജോലി മാറുന്നതാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ജോലി മാറി പുതിയൊരു ജോലി സ്ഥലത്തേക്ക് പോകുന്നതാവാം. അതല്ല എങ്കിൽ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന സമയമാവാം. പിന്നെ അങ്ങനെ ഒരു ജോലി സ്ഥലത്തു നിന്ന് പുതിയൊരു ജോലി സ്ഥലത്തേക്കുള്ളൊരു മാറ്റം എന്നുള്ളതും കൂടാതെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി പൊതുവെ നിങ്ങളിലുണ്ടാകുന്ന മാറ്റമാവാം. നിങ്ങളുടെ ജീവിതചര്യകളിൽ, ജീവിത സാഹചര്യത്തിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജീവിതചര്യകളിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാലോ, ജിമ്മിൽ പോകലോ, മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ്, നേരത്തെ ഉണരുന്ന ഒരു സ്വഭാവം ശീലമാക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കോ എഴുന്നേൽക്കുന്ന ഒരു ശീലവും, വൈകുന്നേരം നേരത്തെ കിടക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ഒരു ക്രമം കൃത്യമായിട്ട് നോക്കി ഭക്ഷണം കഴിക്കുന്നത്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ലൊരു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൃത്യസമയം പഠിക്കാനായിട്ട് ഇത്ര സമയം അനുവദിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്.
അപ്പോൾ പഴയ ചില സ്വഭാവ സവിശേഷതകളൊക്കെ മാറ്റി പുതിയൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു എനർജിയാണ് ഇത് കാണിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ബിസിനസ്സാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല മാറ്റമാണ്. നല്ല മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ അതൊരു പടി മുകളിലേക്ക് കയറുന്നതാവാം. അപ്പോൾ ഒരു ബിസിനസ് ഉള്ള ഒരാൾ പുതിയ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഉള്ള ബിസിനസ് ഒന്ന് വിപുലീകരിക്കുന്നത് ആവാം. ചില ആളുകൾ ബിസിനസ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്നതാവാം. അങ്ങനത്തെ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതേപോലെ തന്നെ ലൈഫിൽ എന്ത് കാര്യങ്ങളിലാണോ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് അതിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടേക്ക് പോകുന്നു. പിന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഫാമിലി നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമോ തീരുമാനമൊക്കെ ഉണ്ട്, അത് ഫാമിലിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് തുറന്ന് പറയുമായിരിക്കും. ചിലപ്പോൾ പാരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ അവരുടെ അടുത്ത് നിങ്ങൾ ജോലി രാജിവെച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന അതൊരു തീരുമാനമായിട്ട് നിങ്ങൾ പറയുകയാണ് എല്ലാവരുടെ അടുത്തും, അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ജോലി നിലനിർത്തിക്കൊണ്ട് ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ സൈഡായിട്ട് തുടങ്ങി പതുക്കെ അതൊരു മെയിൻ ഇൻകം സോഴ്സ് ആക്കി മാറ്റുന്ന രീതിയിലും ആവാം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ചിന്തകൾ കാര്യങ്ങൾ ഫാമിലിയായിട്ട് പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ട് ഫാമിലിയോടത് ഷെയർ ചെയ്യുന്നൊരു സമയമാവാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് ഇച്ചിരി ധൃതി കൂടുതലായിരിക്കാം. അപ്പോൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം, ഫോക്കസ് ഉണ്ട്, പക്ഷേ പെട്ടെന്ന് കാര്യം കിട്ടണം എന്നുള്ളൊരു ധൃതി എപ്പോഴും ഉണ്ടാവും. ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ആ ഒരു സമയത്തിനൊത്താണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ശരിയാണ്, കോൺസെൻട്രേഷൻ ഫോക്കസ് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇച്ചിരി ധൃതിയുണ്ട്. അപ്പോൾ അതിനൊന്ന് ക്ഷമിക്കാൻ പഠിക്കുക. പേഷ്യൻസ് ആവശ്യമാണ്, കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ കുറച്ച് ക്ഷമയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്കൊന്ന് സ്വയമുള്ള ഒരു ഒരു സ്ട്രെസ്സോ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും. അത് ഒന്ന്. പിന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. പ്രായമായിട്ടുള്ളവർ അല്ലെങ്കിൽ വീട്ടമ്മമാർ ഇതുപോലെ അധികം വീട്ടിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പുറത്ത് പോയിട്ട് ജോലി ചെയ്യാത്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ വലുതായിട്ടുള്ള വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളില്ലാതിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ഒരു ബോർഡം അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നു, പുതിയ ഹോബീസ് പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും പുതിയ കൗതുകങ്ങളൊക്കെ പലതും മനസ്സിലാക്കുന്ന സമയമാണ്. അതേപോലെ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ജോലിയിലിരുന്ന സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത പലതും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും പുറകെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ പുതിയ ടെക്നോളജി പുതിയ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് അതിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകാതിരിക്കുക. കാരണം അതിലും ഒത്തിരി ചതിക്കുഴികളുണ്ട്. അപ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് അറിഞ്ഞ് മാത്രം പോവുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് ചോദിക്കുക, മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് ഒഴിവാക്കുക. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ പ്രപ്പോസൽസ് വരുന്നുണ്ട്. അതപ്പോൾ മാട്രിമോണിയൽ വഴി അറേഞ്ച് മാരേജ് ആയിട്ടും അതല്ലാതെ ലവ് മാരേജ് സിറ്റുവേഷൻ, അതായത് പ്രണയാഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യം ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
നിങ്ങളുടെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്ന യാത്ര, ആ ഒരു യാത്ര ഫൈനലി നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് യാത്രയ്ക്ക് പോകുന്നതിനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ കുറേ നാളായിട്ട് കാത്തിരുന്ന ആ യാത്ര സഫലമാകുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.